പിന്നെ നിങ്ങളെപ്പോലെ സാധാരണക്കാരാണ് ഞാനും. എനിക്ക് സഭയിൽ ഒരു ഉദ്യോഗവും ഇല്ല. അതുകൊണ്ട് ഇനി ഞാൻ ഫോൺ വിളിച്ചാൽ ആരെങ്കിലും എടുക്കുവോ? ഞാൻ പറഞ്ഞാൽ അത് അവർ കേൾക്കുവോ? കേൾക്കില്ല. പക്ഷേ നമ്മുടെ സഭയെ വിഭാഗത്തിലേക്ക് നയിച്ച ശീഷ്മയുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് തടയാൻ ഓരോ സാധാരണ വിശ്വാസിക്കും കടമയുണ്ട്, ഓരോ അൽമായനും കടമയുണ്ട്, എനിക്കും കടമയുണ്ട്. എന്റെ കടമ ഞാൻ ചെയ്യുന്നു. അപ്പോൾ അനേകായിരങ്ങളുടെ ശബ്ദമാണ് ഞാൻ പറയുന്നത് എന്നതുകൊണ്ട് അവരെന്റെ കൂടെ നിൽക്കുന്നു. കത്തോലിക്ക സഭയെ പോലെ ഇത്ര നല്ലൊരു സഭ ഞാൻ ലോകത്തെ കണ്ടിട്ടില്ല. അതിൽ സീറോ മലബാർ സഭയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ടാണ് അതിന്റെ തനത് പാരമ്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാകുന്നത്. അത്രയും നല്ല സഭയാണ് ഈ സീറോ മലബാർ സഭ. അതേക്കുറിച്ച് എന്തുമാത്രം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയെക്കുറിച്ചും ലത്തീൻ സഭയെക്കുറിച്ചും സീറോ മലബാർ സഭയെക്കുറിച്ചും ഒക്കെ. അദ്ദായിമാര് ശിഷ്യന്മാരുടെ പേരുള്ള ഈ കുർബാനയെ പോലെ നിധിയായിട്ടുള്ള മറ്റൊന്ന് കത്തോലിക്ക സഭയിലില്ല. വിഭൂതി ബുധനുണ്ട്, നിർമ്മല തിങ്കളുണ്ട്. ഇതിന്റെ ദൈവശാസ്ത്രമൊക്കെ ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. എത്ര സമ്പന്നവും പ്രസാദാത്മകവുമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് പ്രസാദാത്മക വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണാതെ പഠിക്കാതെ നെഗറ്റീവ് പറയുന്നെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ഈ എന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്ന പുസ്തകത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പ്രവാചകൻ ശല്യക്കാരനാണെന്നാണ്. ആ അർത്ഥത്തിൽ ഞാൻ ശല്യക്കാരനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, യിരെമ്യാ പ്രവാചകനെ ഉന്തിത്തള്ളിവിട്ടതുപോലെ എന്നെ കർത്താവ് ഉന്തിത്തള്ളിവിട്ടതാണ്. അതുകൊണ്ട് എനിക്ക് കർത്താവ് പറയുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. എറണാകുളത്തെ ശീഷ്മയെ ന്യായീകരിക്കാൻ ആര് വന്നാലും കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. തിന്മയുമായി സന്ധി ചെയ്തിട്ടുള്ള ഒരു സമാധാനവും ഈശോയുടെ മനസ്സല്ല. ഇതിനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വാളാണ് കൊണ്ടുവന്നത്. തിന്മയുമായി സന്ധി ചെയ്തിട്ടുള്ള ഒരു സമാധാനവും പാടില്ലെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മത തീവ്രവാദികളുമായി ബന്ധമുള്ള ആളുകളെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിട്ടൊക്കെ വെക്കുക. എന്തൊരു തിന്മയുമായിട്ടുള്ള ഒരു സന്ധിക്കല്ലേ, സന്ധി ചെയ്യലല്ലേ ഇത്? അതിനെതിരെ വാളല്ലേ എടുക്കേണ്ടത്? ആ വാള് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ഞാനത് വീശും. കാരണം സംഘടിതമായി ചൂഷണം നിയമമാകുമ്പോൾ പ്രതിരോധം ധർമ്മമാകും. സംഘടിതമായി ചൂഷണം നിയമവിധേയമാകുമ്പോൾ പ്രതിരോധം ധർമ്മമാകും. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആ വേലി പൊളിച്ചു കളയണം. 5 വാല്യങ്ങളുള്ള ഒരു പുസ്തകത്തിന്റെ എന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് തന്നെ ആത്മാവിന്റെ വാളെന്നാണ്. വചനം ആത്മാവിന്റെ വാള്. ആ ആത്മാവിന്റെ വാളായ വചനമാണ് ഞാൻ എടുത്ത് വീശുന്നത്. ഇസ്ലാമിന്റെ അധിനിവേശം ഉണ്ടായപ്പോൾ ഒറ്റക്കെട്ടായി എതിർത്ത് നിന്നു പാശ്ചാത്യ സഭ പൗരത്വ സഭകള് ഐക്യവും സമാധാനവും പറഞ്ഞുകൊണ്ടിരുന്നു. സമാധാന മതക്കാർ വരട്ടെ എന്നും പറഞ്ഞു അവർ കേറിങ് മേഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ FSS സഭയുണ്ടല്ലോ, തുർക്കിയിലാണ് പൗരത്വ സഭകളൊക്കെ ശിഥിലമായി. കാരണം എന്താ? സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വാളെടുത്ത് വീശേണ്ട സമയത്ത് വാളെടുത്ത് വീശണം. അതിന് കർത്താവ് പറഞ്ഞാണ്. അതിന് പകരം സമാധാനം, ഐക്യം, അനുരഞ്ജനം, രമ്യത ചേർത്ത് പിടിക്കുക. അവരങ്ങ് ചേർത്ത് പിടിച്ചു. ധൃതരാഷ്ട്ര ആലിംഗനം പോലെ നമ്മളങ്ങ് ഇല്ലാണ്ടായി. തുർക്കിയിലെ സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത്, ഈ ഇറാഖിലും ഇറാനിലും സംഭവിച്ച കാര്യം ഞാൻ പറയണേ. ഇപ്പൊ ഇസ്ലാമിലെ ചില ശക്തികളുമായി പാസ്റ്റൽ കൗൺസില് അംഗങ്ങൾ കൈകോർത്തിരിക്കുന്നു. സീറോ മലബാർ സഭയെ പിളർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ഞാൻ മിണ്ടാതിരിക്കണോ? നിങ്ങൾ മിണ്ടാതിരിക്കണോ? എന്നെ നിങ്ങൾ കൊല്ലണം, അല്ലാതെ മിണ്ടാതിരിക്കല് നടക്കില്ല. നോമ്പ് കാലത്ത് കുരിശന്റെ വഴിയും ഉപവാസവും അതൊന്നും നടത്താൻ വലിയ പ്രയാസമില്ല. എന്നാൽ സുവിശേഷ പ്രഘോഷണം അതാണ് കൂടുതൽ നല്ലത്. എന്നാൽ സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. ഞാൻ അതേക്കുറിച്ച് ലജ്ജിക്കില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട് താനും. റോമാലേഖനം 1-ാമത്തെ അധ്യായം 16-17 വായിച്ചു നോക്കൂ. ഞാൻ ലജ്ജിക്കില്ല, കാരണം സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. ആ സുവിശേഷ പ്രഘോഷണമാണ് ഞാൻ നടത്തുന്നത്. ആ സുവിശേഷ പ്രഘോഷണത്തിൽ നല്ല കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തിന്മയും ചൂണ്ടിക്കാണിക്കും. കാരണം വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തല വാളാണ്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇരുവായ്ത്തല വാളാണ് തിരുവചനം. ഇരുവശവും അത് മുറിക്കും. ആ മുറിവാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുക. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചവര് തുറന്ന മനസ്സോടെ ഒരു നിശ്ചിത ഒരു നിക്ഷിപ്ത താല്പര്യത്തോടെയല്ല, തുറന്ന മനസ്സോടെ ഈ വചനത്തെ കാതോർത്താൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും.
നമുക്ക് ഈ വചന പ്രഘോഷണത്തിലൂടെ എറണാകുളത്ത് മാനസാന്തരം വരും. അവിടെയും ഏകീകൃത കുർബാന നടപ്പാകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.